ആദ്യം വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ദിവസമായി. അപ്പോൾ നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടാണ്. ഏതാണ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി ഗെയിമാണ്. ഗെയിമിൻ്റെ പേര് മൈൻക്രാഫ്റ്റ് വില്ലേജ്. നിങ്ങൾ പലരും മൈൻക്രാഫ്റ്റൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് മൈൻക്രാഫ്റ്റ് വില്ലേജാണ് ഗൈസ്, വില്ലേജാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. ഞാൻ കളിച്ചിട്ടൊക്കെ ഉണ്ട്, നല്ല അടിപൊളി തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വില്ലേജ് ഗൈസ്, ഇത് എൻ്റെ വില്ലേജാണ്. ഇതാണ് ഞാൻ ഗൈസ്. അടിപൊളിയല്ലേ? ചെറുപ്പം സീനാണേ. ആ ഫ്രീക്ക് മുടിയൊക്കെ വെച്ചിട്ട് നൈക്കിൻ്റെ ഒരു സാധനമൊക്കെ വെച്ചിട്ട് ഏതാ മനസ്സി. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ വില്ലേജിൽ കുറേ കാണാണ്ട് കേട്ടോ. നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. നമ്മുടെ കണക്കിനെ പൈസ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇതിൻ്റെ വീടാണ്, എൻ്റെ വീടാണ് ഫസ്റ്റ് ഉണ്ടാക്കിയത്. അവിടെ ഒരു PC ഇരിക്കുന്നുണ്ട്. നമ്മൾ യൂട്യൂബറാണ്, സീൻ യൂട്യൂബറാകാൻ വേണ്ടി ഉണ്ട്. നമുക്ക് 10 ലൈക്കൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെയാണ് ഞാൻ. നിങ്ങളെല്ലാവരും എനിക്കങ്ങനെ തരാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും 10 ലൈക്കും സബ്സ്ക്രൈബും അങ്ങനെ ഇട്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഓരോരോ ലൈക്കും സബ്സ്ക്രൈബും ഇടുക. അപ്പോൾ നമുക്ക് നേരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ വീട്ടിലുണ്ട് ഒരു അക്കോടിയുണ്ട്. എന്ത് കിടക്കുന്നു. നമുക്ക് ക്യാമറ ആണെങ്കിൽ മാറ്റാം. ക്യാമറ ആണെങ്കിൽ മാറ്റാം ഗൈസ്. എന്നിട്ടൊരു കാര്യമില്ല, അതാ മതി. ഇതപ്പം എൻ്റെ ക്യാമറ ആങ്കിൽ ഗൈസ്. എൻ്റെ അടുത്ത വീടാണ്. ആരും നാട്ടൊക്കെ പറക്കാണ്. ഞാൻ വലുതായോ? ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് ഞാൻ റോഡാക്കിയതാണ്, പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ട്. ഇക്കൂടെ നടക്കുമ്പോൾ ഞാൻ പൊങ്ങി നടക്കുക. നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ ഒരു അക്വേറിയം മാത്രമേ ഉള്ളൂ. കുറേ ഇങ്ങോട്ടൊക്കെ ചിലവാക്കിയിട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു കസാരയുണ്ട്, ടേബിളുണ്ട്, ഫ്രിഡ്ജുണ്ട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. ഇതാ കുഞ്ഞൻ ഫ്രിഡ്ജുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വെറുതെ ഒരു പ്രശ്നമായി പോയി. ഇവിടെ ഒരു വിളക്കിരിക്കുന്നുണ്ട്. ഇത് മേലേക്ക് ചെപ്പുളിയാണ് തോന്നുന്നു, എന്നാലും ഞാൻ ചെപ്പുളിയൊന്നും കാര്യമാക്കിയില്ല. നമ്മൾ വസ്തുവിടെ കണ്ട വീഡിയോയിൽ ചെപ്പുളിയൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ മൂടി വെച്ചേക്കാം. പിന്നെ ഒരു കാര്യം കാണിക്കേണ്ട ഗൈസ്. നമ്മുടെ ഇതിനെന്താ പറയുക, കോഴിക്കൂട് ഗൈസ്. കോഴിക്കൂട് എന്നൊക്കെ പറയും. നമ്മുടെ താറാവ്, കോഴി തിന്നാൻ തോന്നുന്നു പൊരിച്ചിട്ട്. പറ്റില്ലല്ലോ, നമ്മൾ പറന്ന് പാത്രങ്ങൾ അല്ലെങ്കിൽ ഇവന്മാർ ചായ പോവും. നല്ല ഡൈമണ്ട് കൊടുത്തിട്ട് ഉണ്ടാക്കി. പിന്നെ ഗൈസ് നല്ല വലിയ ഐറ്റമായിട്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഈ വീട് ഗൈസ്. വീട് നോക്ക് ഗൈസ്, ഇത് വലുതാണ് ആണ്. ഇതാണ് അടിപൊളി ഗൈസ്. ഒരു 2 DJ സെറ്റ്, ഒരു DJ സെറ്റപ്പ്, പിന്നെ ഒരു റേഡിയോ, പിന്നെ ഒരു ചെറിയ TV, ഒരു ബെഡ്, പിന്നെ കുറച്ച് ഷെൽഫുകൾ, പിന്നെ കിച്ചണിൽ ഒരു ഓവനൊക്കെ ഇറക്കിയിരിക്കണേ സിനിമനെ. പിന്നെ അവിടെ 2 ഷെൽഫുണ്ട്. പിന്നെ ഇവിടെ എന്താ സാധനം മനസ്സിലായില്ല. തുറക്കണ ഷെൽഫാണ് തോന്നുന്നു, നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ അത് ഇവിടെയൊക്കെ എത്ര തന്നെയുള്ളൂ നിങ്ങൾ വിചാരിക്കേണ്ട. അതാ ഇവിടെ ഒരു ഡെസേർട്ട് പോലത്തെ എന്തൊരു സംഭവം ഉണ്ട്. ഇതൊക്കെ ഉണ്ടാക്കും. ഇതൊന്നും നോക്കിയിട്ടില്ല കേട്ടോ ഗൈസ്. ഇതൊരു ഡിസൈന് വേറെ ഇങ്ങനെ മുളിക്കിയിട്ടുണ്ട്. മുകളിലും വേറുണ്ട് ഗൈസ്, അതിങ്ങനെ മറന്നു പോയത്. മുകളിലും വേറുണ്ട്. ഇതിലാകെ ഇത് ഞാൻ ഉണ്ടാക്കി എനിക്ക് വെറുതെ തോന്നുന്നു ഗൈസ്. ഇതിലാകെ ഒരു മുറിയുള്ളൂ. ഈ മുറി കഴിഞ്ഞാൽ പിന്നെ മുറിയില്ല. ഉണ്ടോ? ഇല്ല, ഇത് കഴിഞ്ഞൊരു മുറിയില്ല ഗൈസ്. ഒരു ഒറ്റ മുറിക്ക് വേണ്ടി ഞാൻ ഇത്രയും കാട്ടോ. ഉള്ളൊന്നും വെച്ചിട്ടില്ല. ഞാനിത് നേരത്തെ എങ്ങനെ കയറി പോകുമെന്നറിയുമോ? ഇതിവിടെയെന്ന് വിചാരിക്കും നല്ല ഒരു സീക്രട്ട് ബേസ് വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബേസ് വഴി നമ്മൾ പറന്ന് വരെ കയറും. ബാക്കിയുള്ളവർക്കൊന്നും വേറെ കയറാൻ പറ്റാണ്ടാണ് ജസ്റ്റ് ഇത് കാണിച്ചു തന്നില്ല. അല്ല ഇതല്ല അല്ലേ, അപ്പുറത്തെ സാധനം കാണിച്ചു തന്നില്ല. ഇതാണ് കേസ് എൻ്റെ പശു ഫാം. പശു നമ്മുടെ പശുവൊക്കെ ഓടിച്ചിരിക്കുന്ന സുന്ദരനായിട്ട് ഒരു പശുള്ളൂ. ഇത് കാണിക്കില്ല. ടവർ കേസ്, ടവർ
നമ്മുടെ ടവറാണ് കാണുന്നത്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇത്രയും 6 ലെവലിലൊക്കെ എത്തി. ടവറിൻ്റെ ഇപ്പം എന്ത് കാട്ടുന്നത് അത് വെറുതെ അപ്പം ഒന്നും പറ്റില്ലല്ലോ. നമുക്ക് നേരെ അപ്പുറത്തേക്ക് ഇറക്കാൻ പറ്റുന്നില്ലല്ലോ. നേരെ പോയിട്ട് ഇത് കാണട്ടെ. ഇതാണ് ക്രിസ്മസ് ട്രീ. സ്നോ പോലെ ഇടാൻ വേണ്ടി ഞാൻ ഇട്ടതാണ്. ഇവിടെ നിന്ന് വരുന്ന ആൾക്കാർക്ക് സ്നോ പോലെ കിട്ടാൻ വേണ്ടി ഒരു വൈകിന് വേണ്ടി ഇട്ടതാണ് ഗൈസ്. അടിപൊളിയല്ലേ ക്രിസ്മസ് ട്രീ. ഇതൊക്കെ മറ്റേ ഓയിൽ പ്ലാങ്ക് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കണ്. ഓയിൽ പ്ലാങ്ക് എന്ന് വെച്ചാൽ റെഡ് ഓയിൽ പ്ലാങ്ക്, പിന്നെ ഈ ക്രിസ്മസ് ട്രീൻ്റെ സാധനം അല്ല നമ്മുടെ സ്നോയിൻ്റെ സാധനം, പിന്നെ ബ്ലൂ ഓയിൽ പ്ലാങ്ക് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയേക്കണ്. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കാണിക്കണ്ടോ? അടുത്തായിട്ട് നിങ്ങളെ വില്ലേജ് കളിക്കല് ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബും ചെയ്താലും മാത്രമേ നമുക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നമ്മളിതാ ഇടയ്ക്കൂടെ കയറിപ്പോയി. ഇതാണ് സീക്രട്ട് ബേസ്. നമ്മളിതാ പറഞ്ഞത് എന്താണ് പറ്റാത്ത ഇത് ഇങ്ങനെയൊക്കെ പറ്റുമോ നോക്കട്ടെ. കയറാൻ പറ്റണൊക്കെ ഉണ്ട്, ഞാൻ കയറിയിട്ടില്ല. എന്താ കേസ് നമ്മൾ മേലെത്തി. ഇനി മേലെ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയ വേറൊരു സംഭവം കൂടിയുണ്ട്. ഞാൻ ഒരു മൊയിലിൻ്റെ കൂടെ ഉണ്ടാക്കിയതാണ്. അത് ഞാൻ ഈ സംഭവം ഉണ്ടാക്കിയപ്പോൾ എല്ലാം പോയി കേസ്. ഇതെന്താ സാധനം എന്ന് എനിക്ക് പോലും അറിയില്ല. ഇതെന്തുകൊണ്ടോ ഉണ്ടാക്കി വെച്ചൊരു സാധനം കേട്ടോ. ഇത് ഒറ്റ പൊട്ടിയുള്ളൂ. ഇതാണ് ഇതിൻ്റെയൊക്കെ കുഴപ്പം. പക്ഷെ നല്ല വില കൊടുത്തിട്ട് വന്നതുണ്ടാക്കാൻ. അതാണ് ഇതിൻ്റെ പ്രശ്നം. എൻ്റെ ഒരു മൊയിൽ വെറുതെ പോയിട്ടില്ല കേസ്. അതായിരിക്കും കണ്ടില്ല ഞങ്ങൾ ഇതാ കേസ്. ഇതിൻ്റെ ഇടയിൽ ഒന്നും ഞാൻ വെച്ചിട്ടില്ല. ഇതൊരു വീടാണ്. ഇവിടെ ഇറങ്ങിയപ്പോൾ സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒപ്പിച്ചൊക്കെ വേണം കേട്ടോ. പിന്നെ ഈ വില്ലേജൊക്കെ നോക്കി നിങ്ങൾ ഇന്നെ പോലത്തെ വീട് എവിടെയെങ്കിലും കണ്ടില്ല ഞങ്ങളെല്ലാവരും. ഒരു വീടും ഇവിടെ ഒരു വീടും ഒരിക്കലും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു വീടും ഒരു ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. അങ്ങക്ക് ഒരെണ്ണം കാണിക്കാൻ മറന്നുപോയി. ഞാൻ പൈതൂക്കാരും മറന്നുപോയി ഗീസ്. ഈ വഴി അങ്ങോട്ട് ഒരു വീടിന് മില്ലെത്തി. ഈ മില്ല് എന്തൊക്കെ വെക്കേണ്ടത് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഒന്നും വെച്ചിട്ടില്ല. അതെൻ്റെ സ്വിമ്മിങ് പൂൾ, ചെറിയ സ്വിമ്മിങ് പൂൾ. ഈയടോ ഒരു പ്രശ്നമില്ലോ, ഒരു വഴിയല്ലോ. അങ്ങനെ നമ്മൾ കയറിയിട്ടുണ്ട്. രാത്രിയായി. ഗീസ് നിങ്ങൾക്ക് വലിയൊരു സാധനം കാണിച്ചു തരാനുണ്ട്. എന്തായാലും ഈ ഗെയിം അടിപൊളി തന്നെയാണ്, സീനാണ്. ഈ സാധനമാണ് മോനെ, ഈ എൻ്റെ സീൻ മോനെ. നമ്മുടെ വില്ലേജിൻ്റെ തൊട്ട് ബാക്കിലിരിക്കണ ഒരു എയർപ്ലെയിനെ കേസ്. നമ്മളെ എയർ കണ്ടീഷനൊക്കെ ഉണ്ട്. നമുക്ക് എയർപ്ലെയിനൊക്കെ ഉണ്ട്. നമ്മൾ ഉണ്ടാക്കിയതൊന്നുമല്ല, വേറെ ആരും ഉണ്ടാക്കിയതാണ്. നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതൊന്നും അല്ല തോന്നുന്നു. ഇവിടെ എന്തോരം പെട്ടിക്കട്ടികളൊക്കെ കിടക്കണ അട്ടപ്പെട്ടികളാണ് എടുക്കണം. ഇവൻ്റെ പിന്നാലെ വരുമോ? വെറുതെ ഇല്ല. അപ്പം ഞാനിപ്പോൾ ആദ്യത്തെ എൻ്റെ പിന്നാലെ വരുമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതാ ഈ ഡ്രാഗനെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനങ്ങോട്ട് മേടിച്ചതാണ്. പക്ഷെ ഇപ്പം അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിക്കണ്. ഏതാ താഴെ ഇവിടെ കിടന്ന് കളിക്കുന്നു. ഇതാണ് എയർ കണ്ടീഷൻ. നമുക്ക് കണ്ടീഷൻ റൂമിലേക്ക് പോവാം ഗൈസ്. കയറാൻ കിട്ട് ചിറക് ഇരുത്തിയിട്ടാലേ അവിടെയാണ് ഗൈസ് എയർ എന്തത് വേറെന്താണ്. ഇതൊക്കെ സീറ്റോളാണ്. ഇതിലൊന്നും ഇരിക്കാൻ പറ്റില്ലാന്നേ ഉള്ളൂ. ഇതൊക്കെ എന്താണ് അതേ സാധനം നിൽക്കാൻ പറ്റുമോ? എന്തായാലും ഗൈസ് നമ്മൾ ഫ്ലൈറ്റ് എടുക്കാൻ പോകണം. എല്ലാവരും പിടിച്ചോളിന്നോളി. അയ്യോ, അപ്പം നമ്മൾ മേലെ പോകണം. ഓടിച്ചോണ്ട് പോയിട്ട് പറന്നിരിക്കുകയാണ്. അയ്യോ, അവിടെ തന്നെ താഴെ വീണിരിക്കുകയാണ് ഗൈസ്. നമ്മളെ മല കടയിലൊക്കെ പറത്തിട്ടോ. അവൾ പിന്നെയും താഴത്തന്നെ എത്തിയിട്ടുണ്ട്. ഇതിലെവിടെയായിരുന്നു പുറത്തിറങ്ങുന്ന സ്ഥലം? മറന്നു പോയാന്ന് വിചാരിച്ചു. ഇതിൽ വേറെ സംഭവം കൂടി ഉണ്ട്. എനിക്ക് സെറ്റാണ് ചെയ്യും. അതാണ് നല്ല പാർക്കാണ് ഗൈസ് ഈ കാണുന്നത്. എനിക്കിപ്പോൾ അതിൻ്റെ മുളക്കാരൻ എനിക്കിഷ്ടമല്ല. അതിൻ്റെ മുളക്കാരൻ പിന്നെ അവൻ കേട്ടില്ല.
ഗേസ് ഈ സാധനം നിങ്ങൾക്ക് മനസ്സിലായി. ഇത് കയറിപ്പോള സാധനം നിങ്ങൾ വിചാരിക്കരുത്. ഇത് റെയിൽവേ പാളാണ്. റെയിൽവേ പാളം അത്ര. അപ്പോൾ കുറച്ച് സമയമായി. പിന്നെ ഇത് എന്താ പറഞ്ഞാൽ ഇത് അയ്യോ ഗൈസ് ചെറിയൊരു പ്രശ്നം ഉണ്ടേനി. ഉണ്ടായിരുന്നില്ലേ, ഞാൻ ഇട്ടതാണ് ഈ വെള്ളം. ഇത് ഒഴുകി പോകുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എന്നാലും ഒഴുകി പോകുന്നതൊക്കെ ഉണ്ട്. നമ്മൾ അണ്ടർ വാട്ടർ കൂടെ പോകുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരണം. അണ്ടർ വാട്ടറിലൂടെ ആരാ എന്തായാലും പോയിട്ടൊക്കെ ഉണ്ട്. ഇതിക്കൂടെ പോയതും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോവാണ്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം കുറേ മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ താഴത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു ഗെയിം പ്ലേ ആയിട്ട് വരാം. അപ്പോൾ അടുത്ത് നിങ്ങൾ പറയുന്ന ഒരു ഗെയിം ഞാൻ ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ശരി, ബൈ.